ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, വിശാലമായ കടൽപ്പുറത്ത് ഉയർന്നും താഴ്ന്നും നീങ്ങുന്ന തിരമാലകളെ നോക്കി ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? അവയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന സൃഷ്ടികളല്ലേ. യേശുവും ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷക്കാലത്ത് ഏറിയ പങ്കും ഗലീല കടലിലും പരിസര പ്രദേശങ്ങളിലുമായി ചെലവഴിച്ചതായി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു കടലല്ല, ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണെന്ന് മാത്രം. ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ കിടപ്പിനാൽ എപ്പോഴും കാറ്റടിക്കുകയും തിരമാലകൾ ഉണ്ടാകുകയും ചെയ്യുന്നതായി പറയുന്നു. യെശയ്യാവ് 9:1-2 വരെ വായിച്ചാൽ യേശുവിൻ്റെ ഈ കടൽ തീരത്തുള്ള ശുശ്രൂഷയെപ്പറ്റി പ്രവചിച്ചിരുന്നതായി കാണാം. ഗലീല കടലിന് ചുറ്റുമായി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടന്ന നിരവധി സംഭവങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 4:18-22 വരെ വായിച്ചാൽ യേശു മുക്കുവരായ ശിഷ്യന്മാരെ വിളിക്കുന്നതായി കാണാം. യേശുവിൻ്റെ ശിഷ്യരിൽ പലരും മുക്കുവരായിരുന്നു. ആ കടൽക്കരയിലൂടെ നടക്കുമ്പോഴാണ് യേശു അവരെ ശിഷ്യരാകാൻ വിളിക്കുന്നത്. ലൂക്കോസ് 5:1-3 വരെ വായിച്ചാൽ യേശു ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയെന്ന് പറയുന്നുണ്ട്. അവർ യേശുവിനോട് അടുക്കാൻ പരസ്പരം ഉന്തും തള്ളും നടത്തിയപ്പോൾ യേശു ശിമയോൻ്റെ വഞ്ചിയിൽ കയറി കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് അല്പം മുമ്പോട്ട് പോയി പടകിലിരുന്ന് അവരെ പഠിപ്പിച്ചു. മത്തായി 8, മാർക്കോസ് 4, ലൂക്കോസ് 8 ഈ അധ്യായങ്ങളിലെല്ലാം ഗലീലിയ കടലിൽ നടന്ന ഒരു പ്രധാന സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കടലിലെ തിരമാലയെയും കാറ്റിനെയും ശാസിക്കുന്നു. മനുഷ്യൻ്റെ മേൽ എന്ന പോലെ തന്നെ യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് 2 പ്രാവശ്യം യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ വല വീശുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ നിറയെ മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ലൂക്ക 5:1-8 വരെയും യോഹന്നാൻ 21:1-6 വരെയും വായിക്കുക. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. ആ കടൽക്കരയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതൽ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നു. ശിഷ്യന്മാരുമായി പല പ്രധാന കാര്യങ്ങൾ പങ്കുവെക്കുന്നതായും യോഹന്നാൻ 21 അധ്യായം വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. മത്തായി 14:22-33 വരെയുള്ള ഭാഗങ്ങളിൽ യേശു കടലിന് മീതെ നടക്കുന്നുണ്ട്. തീർത്തും അമാനുഷികമായ കാര്യമാണിത്. കടലിന് കുറുകെ ശിഷ്യന്മാരുമൊത്ത് സഞ്ചരിച്ചതായി ബൈബിളിൽ പറയുന്നു. ഗലീലിയ കടലിലെ കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കാൻ ആയ യേശുവിന് നമ്മുടെ ജീവിതത്തിലെ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാനാകും. ഈ അത്ഭുതത്തിന് എത്രയോ മുമ്പ് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ ഇങ്ങനെ പാടി. സങ്കീർത്തനം 107, 29-31 വരെ കേൾക്കൂ. ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് കർത്താവ് അവരെ എത്തിച്ചു. അവർ യഹോവയെ അവിടുത്തെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതമാകുന്ന കടലിൽ യേശുവിനോടൊപ്പം നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റിനെയും തിരമാലകളെയും നിയന്ത്രിക്കാൻ മതിയായവനാണ് യേശു. അങ്ങനെ നമുക്ക് നൽകിയ നന്മകളെ ചൊല്ലി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.